ഹലോ, എല്ലാവർക്കും പാരമ്പര്യയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു അടദോശയുടെ റെസിപ്പി നോക്കാം കേട്ടോ. അടദോശ എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. കേരളത്തിലും മിക്കവാറും പേർക്കൊക്കെ അറിയാമായിരിക്കും അടദോശ. വളരെ ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉള്ള ഒരു വെറൈറ്റി ദോശയാണ്. തേങ്ങാ ചട്നിയുടെയൊക്കെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതുപോലൊരു കപ്പിൽ ഞാൻ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരിയാണ് ഇതിന് ബെസ്റ്റ് കേട്ടോ. പച്ചരി ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഡൊപ്പിയരി എടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എരിവിനുള്ള ഒരു മുളകും കൂടെ ഇട്ട് കൊടുക്കുക. 4 മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോ 1 ടീസ്പൂണോ ഉലുവ ഇട്ട് കൊടുക്കാം. രാത്രി മൊത്തം വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാനിടുക. ഇനി നമ്മൾ അടുത്തൊരു പാത്രത്തിലോട്ട് അതേ കപ്പിൽ 1/4 കപ്പ് സാമ്പാർ പരിപ്പ്, 1/4 കപ്പ് കടലപ്പരിപ്പ്, 1/4 കപ്പ് ഉഴുന്ന് പരിപ്പ്. ഇനി നമ്മുടെ അടുത്ത് ചെറുപയർ ഉണ്ടെങ്കിൽ ചെറുപയറും കൂടെ 1/4 കപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാൻ ചെറുപയർ അങ്ങനെ ഇടാറില്ല. ഇട്ടാലും നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. അത് വേറൊരു പാത്രത്തിൽ കുതിരാനിടുക. 2 പാത്രങ്ങളിലായിട്ട് രാത്രി നമ്മൾ കുതിരാനിട്ടിരുന്നു. രാവിലെ ആയപ്പോൾ ആദ്യം നമ്മൾ അരിയും മുളകും കൂടെ കഴുകി മാറ്റി വയ്ക്കുന്നു. പിന്നെ നമ്മൾ പരിപ്പ് വകകൾ കഴുകി മാറ്റി വയ്ക്കുന്നു. ആദ്യം നമ്മൾ അരിയും മുളകും കൂടെ ഉള്ളത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ശ്രദ്ധിക്കണം, നമ്മൾ ആ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ടത് അരിയും മുളകും ഉലുവയും കൂടെ ഇട്ടത് മാത്രമാണ്. അടുത്ത പരിപ്പ് വകകളെല്ലാം കൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരു അരവിലും കുറച്ചുകൂടെ കൂടുതലായിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് മാത്രം എടുത്ത് അരച്ചിട്ട് ഈ അരിമാവിനോടൊപ്പം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരല്പം കായപ്പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ മുഴുവൻ നല്ല മുളക് ഇട്ട് കൊടുക്കുക. മുഴുവൻ നല്ല മുളക് ഇടയ്ക്ക് ഈ അടദോശയിൽ കടിക്കുന്നത് വളരെ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഒരു പക്ഷേ അത് കടിക്കണ്ട എന്നുള്ളവരാണെങ്കിൽ അല്പം പെപ്പർ പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ആ മാവ് അവിടെ ഇരിക്കട്ടെ. നമ്മൾ അതിലോട്ടിടാനുള്ള ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരല്പം കറിവേപ്പില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, ആവശ്യത്തിനുള്ള പച്ചമുളക് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ഓൾറെഡി നമ്മൾ അതിൽ മാവിൽ മുളകിട്ടാണ് അരച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ പച്ചമുളക് എടുക്കരുത്. ഒരു 1 2 വേണമെങ്കിൽ എടുത്താൽ മതി. അത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും കൂടെ ഈ മാവിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം മാവ് നന്നായിട്ട് കലക്കി യോജിപ്പിക്കുക. ഈ മാവ് ദോശമാവിനെക്കാട്ടിയും അല്പം കൂടെ ലൂസായിട്ടിരിക്കണം. കുറച്ച് വാട്ടറി ആയിട്ടാണ് മാവ് ഇരിക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദോശ നൈസായിട്ടാണ് ഒഴിക്കുന്നത്. നൈസായിട്ട് ഒഴിച്ച് മുരിച്ചെടുക്കാൻ നമുക്ക് സൗകര്യം ഇതുപോലെ നല്ല വാട്ടറി ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് നൈസായിട്ട് ഒഴിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ചുടാനുള്ള പാകത്തിന് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കല്ലിലോട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ദോശ നന്നായിട്ട് നിരന്ന് വരും കേട്ടോ. നമുക്കൊരു സംശയം തോന്നി, ഈ പരിപ്പൊക്കെ ഇങ്ങനെ ചതച്ചെടുക്കുമ്പോൾ എങ്ങനെയാണ് ദോശ നിരന്ന് വരുമോ എന്നൊക്കെ ഒരു സംശയം തോന്നും. കണ്ടില്ലേ, നന്നായിട്ട് നിരന്ന് വന്നിട്ടുണ്ട്. ഇനി അത് ചുറ്റി കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിനാണ് മാവ് കുറച്ച് ലൂസായിരിക്കണം എന്ന് പറയുന്നത്. അപ്പം നല്ല ഈസി ആയിട്ട് അത് പെട്ടെന്ന് നൈസായിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അടുത്തൊരടുപ്പിലോട്ട് ഞാൻ സാധാരണ കല്ല് വെച്ചിട്ടുണ്ട്. അതിലും കണ്ടില്ലേ, അതിലും നന്നായിട്ട് മാവ് നിരന്ന് വരും. തിരിച്ചിട്ട് കൊടുക്കുക. നല്ലെണ്ണ മാത്രം അല്പാൽപ്പം ഒന്ന് ചുറ്റി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴേ അത് നല്ലെണ്ണയിൽ മൊരിഞ്ഞ ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ, ഒരു ശകലം ഇതുപോലെ. അപ്പോഴേ അത് നല്ലെണ്ണയിൽ മൊരിഞ്ഞ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ലൊരു ടേസ്റ്റാണ്. നന്നായിട്ട് തിരിച്ചിടാൻ പറ്റും, ഒന്നും ഒട്ടിപ്പിടിക്കുക ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടദോശ റെഡിയാണ് കേട്ടോ. ഒരു നല്ല സോഫ്റ്റാണ് ദോശ. കണ്ടില്ലേ, നല്ല മയമായിട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല മണമാണ്, നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. നല്ലൊരു വെറൈറ്റി ദോശയാണിത്. തേങ്ങാ ചട്നിയുടെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഹാവ് എ ഗുഡ് ഡേ. ബൈ.